മൗനമായിരിക്കുന്നു. എന്റെ രക്ഷ അവങ്കൽ നിന്ന് വരുന്നു. നിങ്ങൾ എല്ലാവരും ചാഞ്ഞുമതിലും ആടുന്ന വേലിയും പോലെ ഒരു മനുഷ്യനെ കൊല്ലേണ്ടത് എത്രത്തോളം അവനെ ആക്രമിക്കും. എന്റെ ഉള്ളവയെ ദൈവത്തെ നോക്കി മൗനമായിരിക്കുക. എന്റെ പ്രത്യാശ അവങ്കിൽ നിന്ന് വരുന്നു. എന്റെ രക്ഷയും എന്റെ മഹിമയും ദൈവത്തിൽ പക്കലാകുന്നു. എന്റെ ഉറപ്പുള്ള പാറയും എന്റെ സങ്കേതവും ദൈവത്തിങ്കലാകുന്നു. സാമാന്യ ജനം ഒരു ശാസ്ത്രവും ശ്രേഷ്ഠജനവും പോഷിക്കുമത്രേ. തുലാസിന്റെ തട്ടിൽ അവർ പൊങ്ങിപ്പോകും. അവർ ആകപ്പാടെ ഒരു ശ്വാസത്തേക്കാൾ ലഘുവാകുന്നു. ബലം ദൈവത്തിനുള്ളതെന്ന് ദൈവം ഒരിക്കൽ അരുളി ചെയ്തു. ഞാൻ 2 പ്രാവശ്യം കേട്ടുമിരിക്കുന്നു. നമ്മുടെ കരങ്ങളെ ഉയർത്തി 3 പ്രാവശ്യം ദൈവത്തെ സ്തുതിക്കാം. സ്വർഗീയ പിതാവേ, നിന്റെ കരത്തിലേക്ക് ഞങ്ങളെ പരമേൽപ്പിക്കും. പിതാവേ, നിന്റെ സന്നിധിയിലായിരിക്കുന്നത് ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ സഹായിക്കണം. നിന്റെ വചനം ഞങ്ങളെ ജീവിപ്പിക്കുമാറാകട്ടെ. കർത്താവേ, ശ്രേഷ്ഠദാസനെ നീ കരത്തിൽ വഹിക്കുമാറാകട്ടെ. ദൈവത്തിന്റെ ബലത്തിന് ആധികാരികമായി സംസാരിക്കും. തന്റെ ദാസനെ ബലപ്പെടുത്തണം. കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ അത് അനുഗ്രഹത്തിന് അത് വിടുതൽ കാരണമായി തീരുവാനായി സഹായിക്കണം. സങ്കീർത്തനത്തിൽ കർത്താവ് ഞങ്ങളോട് നീ സംസാരിക്കുവാനാണ്, ഞങ്ങളോട് ഇടപെടുമാറാകട്ടെ. സകലം നിന്റെ കരത്തിലേക്ക് ഏൽപ്പിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ. കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്തൃനാമത്തിൽ നിന്റെ സ്നേഹമാണ് ഒപ്പിക്കുന്നു. നിങ്ങൾ ദൈവത്തിന്റെ വന്ന് സംസാരിക്കുന്നു. ദാസൻ അധ്യക്ഷത ചെയ്തായിരിക്കുന്ന ദേവദാസൻ, അതുപോലെ കടന്നു വന്ന മറ്റെല്ലാ ക്രിസ്ത്യന്മാർക്കും എൻ്റെ സ്നേഹം ചേർക്കുന്നു. അതുപോലെ ഡൽഹിയിൽ നിന്ന് കടന്നു വന്ന പ്രിയ ആൻറ്റിക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവർക്കുമായി ദൈവത്തെ സ്തുതിക്കുന്നു. ഇങ്ങനൊരു പ്രാർത്ഥന ഇവിടെ ക്രമീകരിപ്പാൻ സഭകൃപാലോ ദൈവം ഇവിടെ ആയിരിക്കുന്ന ആൻറ്റിയുടെയും അതുപോലെ തന്നെ കുടുംബത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരുടെ എത്തി കൊടുത്ത ആ വലിയ കൃപയ്ക്കുമായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ പ്രാർത്ഥന ഈ ഭവനത്തിന് മാത്രമല്ല നമ്മുടെ ജീവിതത്തിലും നമ്മുടെ അനുഗ്രഹത്തിന് കാരണമായി തീരുവാൻ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. നമ്മൾ കടന്നു വന്നത് ഒരിക്കലും വ്യർത്ഥമായി തീരരുത്. ദൈവത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, നിങ്ങളുടെ കൃപ നിങ്ങൾ എന്ത് ചെയ്യരുത്, വ്യർത്ഥമാക്കി കളയരുത്. കടന്നു വന്നതും നിങ്ങൾ എന്ത് ചെയ്യരുത്, വ്യർത്ഥമായി തീരരുത്. ഇവിടെ നിന്നും പോകുമ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യം അധികമായി പ്രാപിച്ചുകൊണ്ട്, നിങ്ങൾ ആർക്കും ദൈവ സാന്നിധ്യം ഇല്ല എന്നല്ല പറഞ്ഞു വരുന്നത്, അധികമായ സാന്നിധ്യം കൊണ്ട് കടന്നു പോവാൻ, ഇവിടെ തേജസ്സിന്റെ അനുഭവത്തിൽ കടന്നു പോവാൻ ഇന്ന് പകൽക്കാലം നിങ്ങളേവരെയും ദൈവം സഹായിക്കുമാറാകട്ടെ. ഇവിടെ കടന്നു വന്നപ്പോൾ ഇങ്ങനെ അല്പസമയങ്ങൾ ദൈവാലയത്തിന് സംസാരിക്കണമെന്ന് എന്നോട് പറയുകയുണ്ടായി. അത് ഞാൻ പറഞ്ഞു, എൻ്റെ ആവശ്യമില്ല, ദൈവദാസൻ നമ്മുടെ മധ്യമുണ്ട്, അദ്ദേഹം സംസാരിച്ചുകൊള്ളും എന്ന് ഞാൻ പറഞ്ഞിട്ട് അല്ല, ഇങ്ങനെ സംസാരിക്കണമെന്നുള്ള ആവശ്യം വളരെ ഉന്നയിച്ചുകൊണ്ട് ഞാൻ എടുക്കുവാനിടയായത്. ദൈവം നമ്മോട് സംസാരിക്കുവാനിടയാകട്ടെ. ഇവിടെ ഞാൻ വായിച്ച വാക്യം 62-ാം സങ്കീർത്തനം. അതിൽ അങ്ങനെ എഴുതിയിരിക്കുന്നു, ഒരു ദാവീദിന്റെ ഒരു സങ്കീർത്തനം എന്ന് എഴുതിയിരിക്കുന്നു. തൻ്റെ ജീവിതത്തിൽ നിന്നും താൻ അനുഭവമാക്കിയിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് താൻ അവിടെ എഴുതപ്പെട്ടിരിക്കുന്നത്. അതിൻ്റെ 8-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, ജനമേ എല്ലാ കാലത്തും യഹോവയിൽ ആശ്രയിക്കും, നിങ്ങളുടെ ഹൃദയം അവന്റെ മുമ്പിൽ പകരുകയും. ദൈവം നമ്മുടെ സങ്കേതമാകുന്നു. ദാവീദ് അത് പറയുമ്പോൾ ഒരു കാര്യം ഉറപ്പാ, മറ്റൊന്നിലും ആശ്രയിക്കേണ്ട ആവശ്യമില്ല. പ്രഭുക്കന്മാരിലോ അല്ലെങ്കിൽ ഈ ലോകത്തെ ധനത്തിലോ ഒന്നും ആശ്രയിക്കേണ്ട കാര്യമില്ല, മനുഷ്യരിൽ ആശ്രയിക്കേണ്ട കാര്യമില്ല. നീ ദൈവത്തിൽ മാത്രം ആശ്രയിക്കുന്നുവെങ്കിൽ നിന്റെ ജീവിതത്തിൽ അത് വിടുതലാക്കിയിരുമെന്ന് ദാവീദ് ആ സങ്കീർത്തനം കൂടി നമ്മോട് പ്രബോധിപ്പിക്കുന്നു. അതിന്റെ 1-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നത്, എന്റെ ഉള്ളം ദൈവത്തെ നോക്കി എന്തിരിക്കുന്നു, മൗനമായിരിക്കുന്നു. അതിങ്ങനെയാണ് അതിന്റെ ശരിയായ തർജ്ജമ, ദൈവത്തെ മാത്രം നോക്കിയിരിക്കുന്നു. സങ്കീർത്തനക്കാരന്റെ ചിന്ത എപ്പോഴും ദൈവത്തെ മാത്രം നോക്കിയിരിക്കുന്നവനാണ്. അതുകൊണ്ട് അവനൊരു കാര്യം പറയുവാനുണ്ട്, അവനെന്റെ ഗോപുരമാണ്, അവനെന്റെ കോട്ടയാണ്, എന്റെ പാറയാണ്. ഏത് സാഹചര്യത്തിലും അവൻ എന്നോട് കൂടെയുണ്ട്. ദൈവമക്കളെ, ഒരു കാര്യം പറയട്ടെ, നാം ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കിയിരിക്കുന്നുവെങ്കിൽ ഒരു സാഹചര്യത്തിൽ നാം ഇളകിപ്പോവാൻ സാധ്യതയില്ല.
ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ സാഹചര്യങ്ങൾ ഇളക്കം തട്ടുന്ന അനുഭവം ഉണ്ടായെങ്കിലും ഒരിക്കലും ആ ഇരുന്നിടത്ത് നിന്ന് ഒരിക്കലും ഇളക്കാൻ സാത്താൻ ഒരിക്കലും ഇളക്കുവാൻ സാധ്യമല്ല. നാം ഇങ്ങനെ വായിക്കുന്നുണ്ട് 3-ാം വാക്യത്തിലും 4-ാം വാക്യത്തിലും ഇങ്ങനെ വായിക്കുന്നത്, ഒന്ന് അവനെ കൊല്ലേണ്ടതിന്, രണ്ടാമതോടെ എഴുതിയിരിക്കുന്ന അവനെ പദവിയിൽ നിന്നും നീക്കിക്കളയേണ്ടതിന്. 3-4 വാക്യങ്ങൾ വായിച്ച് നിങ്ങളെല്ലാവരും ചാഞ്ഞ മതിലും ആടുന്ന വേലിയും പോലെ ഒരു മനുഷ്യനെ കൊല്ലേണ്ടതിന് എത്രത്തോളം അവനെ ആക്രമിക്കും. ഒരു മനുഷ്യനെ കൊല്ലേണ്ടതിന് എത്രത്തോളം അവനെ ആക്രമിക്കും. അടുത്ത വാക്യം, അവന്റെ പദവിയിൽ നിന്നും അവനെ തള്ളിയിടുവാനത്രേ അവൻ എന്ത് ചെയ്ത് നിരൂപിക്കുന്നത്. രണ്ട് കാര്യം വ്യക്തമാ. ഒന്ന്, പദവിയിൽ നിന്ന് എന്ത് ചെയ്യണം? തള്ളിയിട്ട് കളയണം. അതിനുശേഷം എന്ത് ചെയ്യണം? കൊന്നു കളയണം. പിശാച് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്ന അങ്ങനെയാണ്. രാജസ്ഥാനത്തായിരിക്കുന്ന നമ്മെ തള്ളിയിടുക. നാം ഓരോരുത്തരും രാജ പുരോഹിത വർഗമാണ്. നാം ആദ്യം എന്ത് ചെയ്യണം? തള്ളിയിട്ട് കളയുക, അതിനുശേഷം കൊന്നു കളയുക. അത് പിശാചിന്റെ വലിയ തന്ത്രമാണ്. ആദ്യമൊന്നും കൊല്ലാൻ പറ്റത്തില്ല. കാരണം നാം രാജാവായിരിക്കുന്നിടത്തോളം കാലം നമ്മുടെ ചുറ്റും പല സേനകൾ അണിനിരന്നിരിക്കുക. അതുകൊണ്ട് അവനറിയാം നമ്മെ തൊടുവാൻ സാധ്യമല്ലല്ലോ. നമ്മൾ ആദ്യം ചെയ്യുന്നത് നമ്മുടെ പദവിയിൽ നിന്ന് അവൻ എന്ത് ചെയ്യും? അത് തള്ളിയിട്ട് കളയും. അതിനുശേഷം നമ്മെ കൊല്ലുവാനിടയാകും. പക്ഷേ ദൈവത്തിൽ നോക്കിയിരിക്കുന്ന ഒരു ദൈവത്തിന് ഒരിക്കലും കുലുങ്ങേണ്ട ആവശ്യമില്ല. അവിടെ എഴുതിയിരിക്കുന്ന ഒരു കാര്യമുണ്ട്, അത് ഒരു നാളും കുലുങ്ങയില്ല. ദൈവത്തെ നോക്കിയിരിക്കുന്നവർ ഒരു നാളും കുലുങ്ങേണ്ട ആവശ്യം വരികയില്ല. ഞാൻ ഒരു കാര്യം ദൂത് പറയട്ടെ. ഈ വന്നിരിക്കുന്ന ചില വ്യക്തികളെ കുറിച്ച് ഞാൻ പറയട്ടെ. അത് നിങ്ങൾ പലപ്പോഴും അത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപക്ഷെ ഭർത്താവിൽ നിന്നായിരിക്കാം, ഒരുപക്ഷെ ഭാര്യയിൽ നിന്നായിരിക്കാം, ഒരുപക്ഷെ മറ്റുള്ളവരിൽ നിന്നായിരിക്കാം പലപ്പോഴും എതിർപ്പുകൾ നിങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ, ഇന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു, നിങ്ങൾ അവന്റെ മാത്രം നോക്കി. പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ ഓടിയെടുക്കുന്ന ഒരുപക്ഷെ പോലീസ് സ്റ്റേഷനിലായിരിക്കാം, ഒരുപക്ഷെ നമ്മൾ അടുത്തുള്ള പ്രഭുക്കന്മാരിലായിരിക്കാം. ദൈവത്തിന്റെ വചനം പറയുന്നു, അവങ്കിലേക്ക് നോക്കി ഒരാൾ പ്രകാശിതാക്കിയിരുന്നു എന്ന്. അതിലേക്ക് നോക്കിയവർ പ്രകാശിതാക്കിയിരുന്നു. അവരുടെ മുഖം എന്ത് ചെയ്തിട്ടില്ല? രക്ഷിച്ചു പോയിട്ടില്ല. പ്രശ്നങ്ങൾ വരുമ്പോൾ നോക്കുവാൻ ഒരൊറ്റ ഇടം മാത്രമേ ദൈവത്തിനുള്ളൂ. അതൊരു സാഹചര്യമില്ല. ഒരിച്ചിലുണ്ടായിരുന്ന സംഭവങ്ങൾക്കെല്ലാം നമുക്ക് നോക്കുവാൻ ഒരു സ്ഥലമേ ഉള്ളൂ. സാഹചര്യം നമുക്കൊന്നും അനുകൂലമല്ല. എന്നാൽ എല്ലാം നോക്കുവാൻ ഒരുത്തൻ ഉണ്ട് നമുക്ക്. അവൻ നമുക്ക് ഉണ്ടെങ്കിൽ ഒരു നാൾ നമ്മൾ എന്ത് ചെയ്യേണ്ട? കുലുങ്ങേണ്ട ആവശ്യമില്ല. ഉറപ്പോടെ നിൽക്കാം. നമ്മളിവിടെ വായിക്കുന്നു, യോസേഫിന്റെ ബില്ലും ചെയ്തു, ഉറപ്പോടെ നിന്നു. സാഹചര്യം അവന് ഒരിക്കലും അനുകൂലമായിരുന്നു അല്ലായിരുന്നു. എന്നാൽ അവന്റെ ബില്ല് ഉറപ്പോടെ നിൽക്കുവാനിടയാണ്. കാരണം ചോദിച്ചാൽ അവൻ നോക്കേണ്ടടുത്ത് ചെയ്തു നോക്കുമായിരുന്നു. ദാനിയേലിന്റെ ജീവിതത്തിൽ അവനെ കൊല്ലുവാൻ വേണ്ടി മാറ്റിവെച്ചു. എന്നാൽ അവനൊരു കാര്യം ചെയ്തു, അവൻ ദൈവത്തിലേക്ക് നോക്കി. ആ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം ഉണ്ടാകുവാനിടയായി. നമ്മൾ എന്തെല്ലാം പ്രശ്നം നമ്മുടെ ജീവിതത്തിലുണ്ടോ, ദൈവത്തിലേക്ക് നോക്കുന്ന ദൈവത്തിന് അതിന് പരിഹാരം ഉണ്ടാകുവാനിടയാണ്. അതിന്റെ 1-2 വാക്യം വായിക്കുന്നത്, അവൻ തന്നെ എന്റെ പാറയും രക്ഷയുമാകുന്നു, എന്റെ ഗോപുരം അവൻ തന്നെ, ഞാൻ ഏറെ കുലുങ്ങുകയില്ല. അവൻ തന്നെ വേണ്ട പറയുന്നുണ്ട്. അതിന്റെ 6-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, അവൻ തന്നെ എന്റെ പാറയും എന്റെ രക്ഷയുമാകുന്നു, എന്റെ ഗോപുരം അവൻ തന്നെ, ഞാൻ എന്ത് ചെയ്തിട്ടില്ല. 2 പ്രാവശ്യം എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട്. ഇത് ഉറപ്പുള്ള കാര്യമാണ്. യോസേഫിന് 2 പ്രാവശ്യം ഒരു ദർശനം കൊടുത്തതിന്റെ കാര്യമുണ്ട്. അത് ഉറപ്പാക്കി കൊടുക്കുക എന്നുള്ളതാണ്. ദൈവത്തിനെ നീ ദൈവത്തിലേക്ക് നോക്കുന്നുവെങ്കിൽ അത് ഉറപ്പായ ഒരു വിഷയമായി തീരും. അതുകൊണ്ട് ദാവീദ് പറയുന്ന കാര്യമുണ്ട്, എൻ ജനമേ എല്ലാ കാലത്തും, ഒരു സമയത്തേക്കല്ല, എല്ലാ കാലത്തേക്കും എന്ത് ചെയ്യണം? ദൈവത്തിൽ ആശ്രയിപ്പിൻ. നിങ്ങൾ ഹൃദയം ചെയ്യണം അവന്റെ മുമ്പിൽ പകരവേ. അവൻ നമ്മുടെ ദൈവം നമ്മുടെ സാഹചര്യങ്ങൾ പ്രതികൂലങ്ങളായിട്ടിരിക്കുന്ന സാഹചര്യം അവൻ പറയാം, ദൈവം എന്റെ സങ്കേതമാണ്. എനിക്ക് ഓടിയെടുപ്പാൻ ഒരു സ്ഥലമുണ്ട്. 46 സങ്കേതത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, ദൈവം എന്റെ സങ്കേതവും ബലവും കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും എടുത്ത തുണയാണ്. എന്റെ സാഹചര്യം ഒരിക്കലും അനുകൂലമല്ല. പക്ഷെ ദൈവത്തിലേക്ക് നോക്കിയപ്പോൾ അവന് വേണ്ടി ഒരു സങ്കേതം തുറക്കപ്പെടുക. ഒരിക്കലും കുടുങ്ങിപ്പോകേണ്ട ആവശ്യമില്ല. അവനിലേക്ക് നോക്കിയപ്പോൾ ഒരിക്കലും ഉറപ്പോടെ അവന്റെ വില്ല് ഉറപ്പോടെ നിൽക്കുവാൻ ഒരുപക്ഷെ സിംഹക്കൂട്ടിലേക്കായിരിക്കും തള്ളിവിടേണ്ടത്. അതിനു വേണ്ടിയിട്ടായിരിക്കും മാറ്റിയെടുത്തിരിക്കുന്നത്. നീ നോക്കിയിട്ടടുത്ത് നോക്കിയാൽ സിംഹക്കൂട്ടിൽ കിടക്കുന്നവൻ നിന്നെ അവിടെ അതേ സിംഹക്കൂട്ടിലേക്ക് പറഞ്ഞയക്കുന്നതായിരിക്കും. അതിനാൽ അത് ഉറപ്പോടെ നിൽക്കട്ടെ. തുടർന്നുള്ള സമയങ്ങൾ ദൈവത്തിന്റെ ദാസൻ ദൈവത്തെ സംസാരിക്കുന്നതായിരിക്കും. ദൈവം നമ്മുടെ കൂടെ ഇരിക്കട്ടെ. അതെ, കുലുങ്ങാതെ ദൈവത്തിലേക്ക് മാത്രം നോക്കി. സങ്കീർത്തനക്കാരൻ പറയുന്നു, ഞാൻ ദൈവത്തിലേക്ക് മാത്രം നോക്കി. മറ്റൊന്നിലേക്ക് ഞാൻ നോക്കിയില്ല. ഒന്നിലേക്ക് ഞാൻ നോക്കാതെ ദൈവത്തിലേക്ക് നോക്കി നിൽക്കുന്ന എന്റെ ജീവിതത്തിൽ എന്നും എന്റെ വില്ല് ഉറപ്പോടെ നിൽക്കുവാനിടയാകും. ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ.